ഉയരുന്ന രാഷ്ട്രീയ വിവാദങ്ങളിലെല്ലാം വളരെ അടിസ്ഥാനപരമായി സംഭവിച്ച ചില പിഴവുകളുണ്ട്. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾക്ക് വലിയ കയ്യടി ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഈ തിരുത്ത് പാർട്ടിക്ക് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല? ഇപ്പൊ കേരളയുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സമാധാനപരമായോ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തോ അല്ലെങ്കിൽ ജനകീയ പ്രതിഷേധവും പ്രതിരോധവും ഉയരുകയാണെങ്കിൽ അതിൽ ഏറ്റവും കുറഞ്ഞത് ജനങ്ങളെ തല്ലിച്ചതയ്ക്കാതെയോ തീരുമാനമെടുക്കേണ്ടെന്ന ഉത്തരവാദിത്വം ഒരു ജനകീയ സർക്കാരിനില്ലേ? അതല്ലേ ജനാധിപത്യത്തിൽ നടക്കുക? അതിനപ്പുറത്തേക്ക് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം വലിച്ചിഴയ്ക്കുന്ന എത്ര കാഴ്ച നമ്മൾ കണ്ടു എന്നതൊരു പ്രശ്നമാണ്. അവിടെ ഒരു തിരുത്തു വേണമെന്ന് നിരന്തരം ആവശ്യങ്ങളുണ്ടായി. അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായി, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായി. ഇത് നിങ്ങൾ തിരുത്തണമേ എന്ന താഴ്മയേറിയ അഭ്യർത്ഥനയൊന്നും ആയിരിക്കില്ല. പകരം കടുത്ത നിശിതമായ വിമർശനം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിമർശനം കേട്ടു തിരുത്തിയാൽ താഴ്ന്നു പോകുമെന്നൊരു ചിന്ത എങ്ങനെയാണ് ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യന്മാരെ ചേർത്ത് നിർത്തിയ ഒരു പാർട്ടിക്ക് ഉണ്ടായത് എന്നുള്ളത് എനിക്ക് എല്ലാ കാലത്തെയും അത്ഭുതമാണ്. ഇപ്പോൾ നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ കൊട്ടാരക്കര നെടുവത്തൂർ ഏരിയ കമ്മിറ്റികളുടെ സംയുക്ത യോഗത്തിൽ നിന്ന് ഒരു ലോക്കൽ സെക്രട്ടറി ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണ്? നേതൃത്വത്തിനെതിരെ വിമർശനം പാടില്ല എന്ന അപ്രഖ്യാപിതമായ തീരുമാനമുണ്ടാവുകയാണ്. അപ്പോൾ നേതൃത്വത്തിനെതിരെ വിമർശനം ഉണ്ടാകാൻ പാടില്ല. പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ നയിച്ചവർക്ക് പാർട്ടിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വവുമില്ല. അവരെ വിമർശിക്കേണ്ട, നിങ്ങൾ വിമർശിക്കാനായിട്ടില്ല എന്ന നില സ്വീകരിക്കുകയാണെങ്കിൽ ഈ അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച തിരുത്തേണ്ട തിരുത്ത് പാർട്ടി വരുത്തുമെന്ന് വലിയ വായിൽ വാർത്താസമ്മേളനം വിളിച്ചു പറഞ്ഞതിൽ അരക്കഴഞ്ച് ആത്മാർത്ഥതയില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് മാധ്യമങ്ങളോട് ആദ്യഘട്ടത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി എന്ന നിലയ്ക്ക് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, ഇന്ന് പാർട്ടി സെക്രട്ടറി എന്താ പറഞ്ഞത്? ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്. ഏത് പാർട്ടി എന്ന് തിരിച്ചു ചോദിക്കുക. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടത് മാധ്യമങ്ങളോട് തിരിച്ചു ചോദ്യം ചോദിക്കണം കേട്ടോ. അത് ചോദിക്കരുത് എന്നുള്ളതല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായ പ്രകടനം എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ അത് ഏത് പാർട്ടി എന്നാണ് ചോദിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന്. അതായത് എല്ലാ കാലത്തും കഴിഞ്ഞ 10 വർഷവും കേട്ടതാണ്. ഇപ്പൊ കൊല്ലം സമ്മേളനത്തിൽ വിമർശനം ഉണ്ടായിട്ടില്ലേ? കൊല്ലം സമ്മേളനത്തിൽ ഈ പുതുമുഖങ്ങളെ പരീക്ഷിച്ചതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ പരിചയസമ്പന്നരായ മന്ത്രിമാരെ മുഴുവനും മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉയർന്നു. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അതെന്തെങ്കിലും മാറ്റമുണ്ടായോ? അപ്പോൾ ആ വിമർശനങ്ങൾ മുകളിലേക്ക് വരുന്നില്ല. തീരുമാനമെടുത്തത് താഴ്ഘടകങ്ങളിൽ നിന്നടക്കമുള്ള തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടല്ലാത്തത് കൊണ്ടാണ് താഴ്ഘടകങ്ങളിൽ വിമർശനം ഉണ്ടാകുന്നത്. ഈ തീരുമാനങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാ തീരുമാനങ്ങളും ഈ സഖാക്കളുടെ അഭിപ്രായം സമ്മേളനങ്ങളിലടക്കം ചോദിച്ച ഓരോ ഘടകങ്ങളിൽ നിന്നും അഭിപ്രായം സ്വീകരിച്ച് തീരുമാനിക്കുന്നു എന്നാണ് പൊതുസങ്കല്പം. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും നടക്കുന്ന സമ്മേളനങ്ങളിൽ വരുന്ന വിമർശനങ്ങളുടെ കാതൽ. അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പൊ എന്തുകൊണ്ടാ? തോറ്റതുകൊണ്ടാ. ഈ പറയുന്ന ഘടകങ്ങൾക്ക് ഞാൻ അതും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പാർട്ടിയുടെ ഘടകങ്ങൾക്കില്ലാത്ത എന്തു ശക്തിയാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്?